ചെയ്ത് കളയാന്ന് വിചാരിച്ച് ഞാൻ അതിനെ എടുത്തു, ഒന്ന് റീസൈക്ലിങ് ചെയ്യാന്ന് വിചാരിച്ച്. അതിൻ്റെ താഴോട്ട് നല്ല ഫ്ലെയറൽ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഒരു സ്കേർട്ട് ഉണ്ടാക്കാന്നാണ്. അങ്ങനെ പാറൂട്ടീൻ്റെ അളവെല്ലെടുത്ത് നമ്മളത് വെട്ടിത്തയ്ക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് ഇടയ്ക്കുള്ള പരിപാടിയായത്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊന്ന് മാറ്റിയിട്ട് പാറൂട്ടിക്ക് എന്തെങ്കിലും ഫ്രോക്കോ സ്കേർട്ടോ അടിക്കുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനം കിട്ടലുണ്ട്, ഒരു മനസ്സുഖം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇര ഈ ഒരു പാൻറ്റാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ അളവ് വേണ്ടേ അതിനേക്കാളും കുറച്ചധികം എടുക്കണം, കാരണം നമ്മൾ എലാസ്റ്റിക് വെക്കുന്നതാണ്. എൻ്റെ കയ്യിലുള്ള എലാസ്റ്റിക് തീർന്നുകൊണ്ട് തന്നെ 1 ഇഞ്ചിൻ്റെയാണോ 1.25 ഇഞ്ചിൻ്റെയാണോ കിട്ടുകയെന്ന് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ചധികം വെച്ചു തയ്യൽ തുമ്പ്. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് തയ്ച്ചാൽ പോരെ. അത് രണ്ടും ഒരേപോലെ മടക്കി വെച്ചിട്ട് ഒന്നിൻ്റെ മേലെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക ചെയ്യുന്നത്. രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യാണ്ട്. ഞാൻ ഒഫീഷ്യലി ഇതൊന്നും പഠിക്കാത്തതുകൊണ്ട് എൻ്റെ വർത്തമാനത്തിലും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും വലിയ പ്രൊഫഷണൽ തെച്ചൊന്നും ഉണ്ടാവില്ല. അതാരും പ്രതീക്ഷിക്കണം. അയ്യോ ഇതിങ്ങനെയൊന്നല്ല ചെയ്യേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യല്ലേ. എൻ്റെ കയ്യിലുള്ള മാർക്കിംഗ് ചോക്ക് ഉണ്ട്, അതിൻ്റെ ബാക്കി ഞാൻ കത്രിക എടുത്ത് അതിൻ്റെ മേലെ ഇട്ടിട്ട് പൊട്ടിപ്പോയി. ഈ തുണീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ തൊടാനുള്ള നല്ല സുഖമുള്ള തുണിയാണ്. ഞാൻ ഇടപെടിയെന്ന് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 1-2 മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഈ വീഡിയോയിലും ഉണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കൂ. ഞാൻ പറയാം കേട്ടോ എന്നാ പറ്റിയെന്ന്. മോൻ ഉറങ്ങുന്ന സമയം നോക്കി ഞാൻ വന്ന് ചെയ്യുന്ന പരിപാടികളായതെല്ലാം, അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇടയ്ക്കിടയ്ക്കേ പറ്റലുണ്ട്. എൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, വേണമെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഞാൻ എങ്ങനെ വർത്താനം പറഞ്ഞു വന്നാലും ലാസ്റ്റ് എൻ്റെ കണ്ണൂർ ഭാഷ വരും. പിന്നെ അതിൽ തന്നെ പറയുന്നില്ലേ നല്ലേ. ചില ആൾക്കാർക്ക് തിരിയാണ്ടുണ്ടാവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ചോദിക്കുക ഇന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് വെച്ച് ഇനി ഈ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് വിടർത്തിയെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് കഴിച്ചെടുക്കാം, പക്ഷേങ്കിൽ അത് കൂടുതൽ സമയം വേണ്ടുന്ന പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്താക്കി എളുപ്പം പണിക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. 2 ടീം. എൻ്റെ കയ്യിലുള്ള ഈ കത്രിക വേണ്ട, ജൂപ്പിറ്ററിൻ്റെ കത്രിക കേട്ടോ ഇത്. ആർക്കെങ്കിലും ഒരാൾക്ക് നല്ലൊരു കത്രിക വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഏതാ നല്ല കത്രിക എന്ന് അന്വേഷിക്കുന്നോ ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ കയ്യിലൊരു കത്രിക ഉണ്ടായിരുന്നു മുന്നേ, ഒരു എന്താ പറയുക, ഒരു ചെമ്പിൻ്റെ എല്ലാം കളർ വരുന്നൊരു കത്രിക. പക്ഷേങ്കിൽ അത് 1-2 തവണ എൻ്റെ കയ്യിൽ നിന്ന് വീടുമോ 1-2 തവണ എൻ്റെ കാലിൽ വീടുമോ. അത് കുറച്ചുകൂടി വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്. പക്ഷേങ്കിൽ നല്ല മൂർച്ചയിലുള്ള കത്രിക, നല്ല ഷാർപ്പാണ്. പക്ഷേ വീണപ്പോൾ അതിൻ്റെ ആ സ്ക്രൂ ഇളകി. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് തുണി കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു കത്രിക വാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ ഒരു കത്രിക അടിപൊളിയാണ്, നല്ല ഹൽവ കട്ട് ചെയ്യും പോലെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഈ 2 പീസും നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന. ഞാൻ ആ കത്രിക ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ വാങ്ങിന് 325 അങ്ങനെ പൈസ. അപ്പം നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ ചവിട്ടുന്ന മെഷീനാണ് ഇത്, സ്പീഡ് മെഷീനല്ല, മറ്റേ മോട്ടർ വെച്ചിട്ടുള്ള സംഗതിയില്ലേ അതല്ല. എന്നോട് 1-2 ആൾക്കാരായി പറയുന്നു അത് വെക്കുന്നതിന് ഈ കിടന്ന് ചവിട്ടുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഇതിന് ഭയങ്കര സുഖമാണ്. ഞാൻ ആദ്യം പഴയൊരു മെഷീനിൽ സ്റ്റിച്ചിങ് ചെയ്ത് പഠിച്ചതെന്നല്ലേ, അപ്പോൾ അത് ഭയങ്കര ടൈറ്റായിരുന്നു, കാല് നല്ല പോലെ വേദന എടുക്കുമായിരുന്നു. അപ്പോൾ പുതിയ മെഷീൻ വാങ്ങിയപ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ മെഷീന് മറ്റേ മോട്ടർ വെക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ എന്തായാലും ഇല്ല. അത് ആവശ്യം വരുമ്പോൾ നമുക്ക് വെക്കാമല്ലോ. പിന്നെ എനിക്ക് അത് അത്ര എന്താ പറയുക, എന്തോ ഒരു പേടിയാണ് എനിക്ക്. ചിലപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങ് യൂസ്ഡ് ആയിക്കോളും. പക്ഷേങ്കിൽ ഇപ്പം എന്തായാലും എനിക്ക് അതുകൊണ്ട് അതിനെ വിചാരിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് വേണ്ടാത്ത ടെൻഷനൊന്നും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല.
എനിക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 1-2 മിസ്റ്റേക്കുകൾ പറ്റിയെന്ന് പറഞ്ഞില്ലേ. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരറ്റം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പാടെ ആ എലാസ്റ്റിക് വെക്കേണ്ട മടക്കി അടിക്കൂലേ, അതങ്ങ് ചെയ്തു. മടക്കി അടിക്കാന്ന് വെച്ചാൽ, അടിക്കുക എന്ന് പറയുന്നത് തയ്ക്കുന്നതിന് നമ്മൾ ഈ ഒരു ഏരിയയിൽ അടിക്കുക എന്ന് പറയുന്നത്, കണ്ണൂർ മൊത്തം അങ്ങനെയാന്ന് പറയുന്നത് എനിക്കറിയില്ല, പക്ഷേങ്കിൽ നമ്മൾ ഏരിയകളിൽ അടിക്കുക എന്ന് പറയുന്നത് തയ്ക്കുക എന്നുള്ളതിന്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് അപ്പാടെ തന്നെ ഞാൻ 2 അറ്റത്തേക്കും, അതായത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് മടക്കിയങ്ങ് അടിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എലാസ്റ്റിക് വെക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അടിച്ചത് കഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഇത് ജോയിൻ ചെയ്ത്, മൊത്തം കഴിച്ചില്ല, 2 അറ്റത്തൊന്നും മാത്രം കഴിച്ച് അത് ജോയിൻ ചെയ്തതിന് ശേഷം ആടെ മടക്കി അടിച്ചു. ഞാനിതിൻ്റെ പരിപാടി 2 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. 2 ദിവസം എന്ന് വെച്ചാൽ 2 ദിവസം ഫുൾ ഡേ അല്ല, രാത്രിയിൽ കുറച്ച് സമയം കിട്ടുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് ചെയ്ത് തീർന്നതിന്. പക്ഷേ എനിക്ക് എലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എലാസ്റ്റിക് വാങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് വെച്ചത്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് കേട്ടാ ഞാൻ വാങ്ങിയത്. കണ്ടാ ഞാൻ ചെയ്യുന്ന മണ്ടത്തരം. ഞാൻ അതിൻ്റെ അങ്ങനെ അങ്ങ് മടക്കിയടിക്കുന്ന. എനിക്ക് ചെറിയ പ്രായത്തിലല്ല ഈ മെഷീൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഒരു സൂത്രം ഒപ്പിച്ച് വെച്ചിന്. ഈ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓയിലിട്ടിട്ട് ഇത് നീർത്ത് വെച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അടുത്ത് പോയിട്ട് അത് വലിച്ചെൻ്റെ കയ്യിലിട്ടു. അങ്ങനെ എൻ്റെ കയ്യിൻ്റെ നഖമെല്ലാം പോയി ആകെ സീനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാനും എൻ്റെ അനിയനും ഇതിൻ്റെ മുകളിൽ കയറിയെന്ന് വെച്ചാൽ ചവിട്ടിയിട്ടെല്ലാം കളിക്കുന്ന സമയത്ത് അമ്മ പറയും, വെറുതെ ഇരുന്ന് ചവിട്ടി കഴിഞ്ഞാൽ സൂചി പൊട്ടിയിട്ട് കണ്ണു തെറിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചോണ്ട് ഇതിൻ്റെ അടുത്തോട്ട് പോകാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു നേരം. പിന്നെ കുറച്ച് വലുതായപ്പോൾ മനസ്സിലായി ഇതെല്ലാം നമ്മളെ ഓടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇത് ജോയിൻ ചെയ്ത് പിറ്റേ ദിവസത്തെ വീഡിയോ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞ മിസ്റ്റേക്കെല്ലാം പരിഹരിച്ചതിന് ശേഷം എലാസ്റ്റിക് ഇടുന്ന. അപ്പോൾ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കി തയ്ക്കാണ്ടൊരു ഭാഗം വെക്കും. മടക്കി തയ്ച്ചതിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗം. വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേയും ഇതായിട്ടാണ് തോന്നിയത്. നമ്മൾ ബ്ലൗസെല്ലാം അടിക്കുമ്പോൾ ഹെമ്മിങ് ചെയ്യൽ, അതുപോലെ ഈ എലാസ്റ്റിക് ഇടൽ, ഇതെല്ലാം ഭയങ്കര മെനക്കെട്ടുള്ള പരിപാടിയാണ്. എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ്. ഞാനും ചെയ്തല്ലേ പറ്റുമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. ഈ ഒരു സംഗതിയില്ലേ, ഇതിങ്ങനെ കയറ്റി വെക്കൽ എനിക്ക് ആദ്യമൊന്നും കുഴപ്പമില്ല. കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇത് വലിച്ച് കുറച്ചിങ്ങോട്ട് ആക്കാൻ ഭയങ്കര പാടാണ്. എലാസ്റ്റിക് വലിയ കുഴപ്പമില്ലാത്ത എലാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് അപ്പോൾ കൊള്ളാലോ. അപ്പം എലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് ഞാൻ എലാസ്റ്റിക്കിൻ്റെ ഒന്നും അളവ് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന എലാസ്റ്റിക് എല്ലാം ഒരുപോലത്തതല്ല. കുറച്ച് കട്ടി കൂടിയത് എന്താ വെച്ചാൽ, നമ്മൾ വലിക്കുമ്പോൾ അധികം വലിയാത്ത എലാസ്റ്റിക് എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനത്തെ. അപ്പം അതെല്ലാം നമുക്ക് കറക്റ്റ് അളവിന്, ഞാൻ പറയുന്ന അളവിനൊന്നും എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ടാട്ടാ നമ്മളെ ഒരു യുക്തിക്കനുസരിച്ച് എടുക്കുക. അതെല്ലാം കുട്ടീൻ്റെ അരയുടെ വലിപ്പത്തിന് കുറച്ച് കുറവായിട്ട് എടുക്കുക. അങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് ഈ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഊരി വെച്ചിട്ട് ഇനി ഈ എലാസ്റ്റിക് യോജിപ്പിക്കണം. ഈ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു നൂലില്ലേ, അതിങ്ങനെ ഊരി വരും. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ, അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന്
എന്താ പറയുക, തീ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഉള്ളിൽ പോകുന്നതല്ലേ. ഇനി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതിങ്ങനെ വലിച്ച് എല്ലാം ഈക്വലായിട്ട് വെക്കുന്ന, ഈ ചുരുക്ക് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ 1-2 സ്റ്റിച്ചിങ് കൊടുക്കാം നമുക്ക്. 2 അല്ല 3 സ്റ്റിച്ചിങ്ങാ. 1-2 സ്റ്റിച്ചിങ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിത് പാറൂട്ടി വീട്ടിൽ യൂസ് ചെയ്യുക. പിന്നെ ആ സ്റ്റിച്ചിങ് കൊടുക്കാൻ കുറച്ചുകൂടി മെനക്കേടാ. ഇത് വിളിച്ച് പിടിച്ചിട്ടെല്ലാം കൊടുക്കണ്ടേ, എനിക്ക് അത്രയും ടൈമില്ല. ആ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല വെച്ചിട്ട് ഇത് നീങ്ങി പോകുന്നില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇടാൻ വെച്ച ആ ഒരു ഗ്യാപ്പ് അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അഥവാ ഏതെങ്കിലും പ്രൊഫഷണലായിട്ട് പഠിച്ച കൂട്ടർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, ഇതെന്തെന്നാ ഈ പെണ്ണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചീത്ത വിളിക്കറേട്ടാ, വേറെ എന്തും കമൻറ്റ് ചെയ്യുക. ഇത് വലിച്ച് ഈക്വലായിട്ട് വെക്കലാണ് കേട്ടാ ഞാൻ. ഇതിനിടയിൽ കുറേ തവണ പാറു വന്നിട്ട് ഞാനൊന്ന് ഇട്ടാക്കട്ടെ, അളവ് നോക്കട്ടെ, ഇട്ടോക്കട്ടെ എന്ന് വന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അരച്ച് തീർന്നതിന് ശേഷം ഇടാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഈക്വലാക്കി വെച്ച് ഇതിനി അടിമറിച്ചിടുന്നതാണ്. അങ്ങനെ നമ്മളെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയർ ഉള്ളതുകൊണ്ട് തന്നെ പാറോട്ടി കറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇത് പൊങ്ങി കറങ്ങുന്നുണ്ട്. എനിക്ക് ചെറിയ പ്രായത്തിൽ അങ്ങനെയുള്ള സ്കേർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കേർട്ടായാലും ഫ്രോക്കായാലും നല്ല പോലെ കറങ്ങുന്നത്. ഇതേണ്ടാ നല്ല രസമില്ലേ. എനിക്ക് ഇതിൻ്റെ ഈ ഫ്ലോറൽ പ്രിൻ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുഖമുള്ള തുണിക്കുമാണ്. ഈ തുണിക്കെന്നാ പറയാന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് കുറച്ച് പാറുവിൻ്റെ പട്ടി ഷോ വേണം. അപ്പോൾ നമ്മൾ ഷറാറ പാൻറ്റിനെ കൺവേർട്ട് ചെയ്ത് സ്കേർട്ടാക്കിയത് പാറോട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇത് അലക്കലിടലും തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്തെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ സ്റ്റിച്ചിങ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.